നമസ്കാരം. വീണ്ടും മണി പിച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഗോൾഡിന്റെ ടേൺ വീഴുന്നു. ₹80 വീഴുന്നിരിക്കുന്നു. 1,210 ആണ് ഗോൾഡിന്റെ പ്രൈസ് ഇന്ന്. 1,502 24 ക്യാരറ്റ് ഗോൾഡിന്റെ പ്രൈസ് ആണ്. ഫ്യൂച്ചേഴ്സിൽ 249 ആണ്. മാർക്കറ്റ് കയറിയിരിക്കുന്നു. രാവിലെ കയറിയിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് ചെന്നു. പിന്നെ തിരികെയും കയറിയിരിക്കുന്നു. അതിൽ ആട്ടോ ഇൻഡെക്സ് വന്നിട്ട് 0.1, T0.5, MA 0.2, MCG 1.1 ഫ്ലാറ്റ് ആണ് ഇരുന്നത്. ഇത് ഡെഫിനറ്റ് ആയിട്ട് മാറി ഇരിക്കും. എന്തൊക്കെ സ്റ്റോക്ക് കയറി ഇരുന്നു എന്നാൽ 3.5% B1, ഇൻകമൈൽ 1.7, C1.1, പ്രജ 1.1. ഇപ്പോൾ 4% വിളുന്നു. ബജാജ് ആട്ടോ 1% വിളുന്നിരിക്കുന്നു. ഫെഡ് ചെയറിൻ്റെ നോമിനേഷൻ ഡിലേ വന്നിട്ട് ആകുന്നതുപോലെ ഇരിക്കുന്നു. കാരണം കെവിൻ വാഷിൻ്റെ അപ്പോയിൻമെൻറ്റ് ഡിലേ ആകും. പ്രോബ് തീർന്ന വരയ്ക്കും. മുമ്പും റോൾഡും ഗുസ്തി കണ്ടിന്യൂ ആകും. എന്ത് പറയുന്നു എന്നാൽ വാറിനെ തീർക്കും എന്ന് പറയുന്നു. ടേംസ് ഒക്കെ തീർന്നില്ല എന്ന് പറയുന്നു. ട്രംപ് ബൾട്ടിയ ഇല്ല എന്നതാണ് ന്യൂസ്. കാരണം ഹോമോസ് അവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നു. അന്നേരം ട്രാഫിക് കുറഞ്ഞിരിക്കുന്നു. വന്നാലും നിങ്ങൾക്ക് ഒരു യൂസും ഇല്ല. അന്നേരം വില ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ 100 ഇരുന്നാലും അട്ടിൽ 130 ഇരിക്കുന്നു. ഏറെ സ്ട്രാറ്റജിക് റിസോഴ്സ് മൻമോഹൻ സിംഗ് കൊടുത്ത റിസോഴ്സിന് ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് തവിര നമുക്ക് ആവശ്യമുള്ള LPGയും പെട്രോളിനും ഇന്നും അകത്ത് വന്നില്ല. ഇസ്രയേലും ലെബനോനും 10 ദിവസത്തിനുള്ള സീസ് ഫെയറിന് സമ്മതിച്ചിരിക്കുന്നു. മെയിൻ ന്യൂസ് എന്താണ് എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന നല്ല ന്യൂസ് എന്തെന്ന് വെച്ചാൽ ഇന്നുള്ള ന്യൂസ് എന്തെന്ന് നോക്കിയാൽ യൂണിലിവർ വില കൂട്ടിയിരിക്കുന്നു. ഡൗ എല്ലാ സോപ്പിനും വില കയറിയിരിക്കുന്നു. മാത്രം കയറില്ല, എല്ലാം കയറും. ഫോർ MNC കമ്പനിയാണ്. അത് കാരണം അവർക്ക് ഓപ്പണ കാണിച്ച് തന്നെ ആവണം. സോ ഇത് കാട്ടിയിരിക്കുന്നു. ഓപ്പിൻ്റെ വില ഒക്കെ കയറിയിരിക്കുന്നു. ഓയിലിൻ്റെ വാല്യൂവും ഡെഫിനറ്റായിട്ട് കയറും. എന്നിട്ട് ഇൻഫ്ലേഷനിൽ കൊണ്ടുചെന്ന് നിർത്തും. പെട്രോളിൻ്റെ വില കയറിയില്ല. ഷെല്ലിൻ്റെ പ്രൈസാണ് കറക്റ്റ് പ്രൈസ്. 20 രൂപ കൊണ്ട് കയറണം. ഈ ഇലക്ഷൻ തീർന്ന് 23rd വരുന്ന അല്ലെ 29 വരുന്ന എന്നതാണ് ഇവിടുത്തെ ചോദ്യം. കാരണം ETF ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. എഫിൽ ഡിമാൻഡ് കൂടുവാണെങ്കിൽ നിങ്ങൾക്കാണ് പ്രോബ്ലം. 1-ാം തീയതി ഏപ്രിലിൽ ഇരുന്ന് 50% ഗോൾഡും 50% ഫ്യൂച്ചർ മാർക്കറ്റിംഗ് വെച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി തെറ്റാ നടക്കുവാണെങ്കിൽ നിങ്ങളെ കാശ് ഇതിൽ പോവും. ഗോൾഡ് ബീസിനും അത് തന്നെ വന്നിട്ട് ഗോൾഡ് സിൽവർ ഇമ്പോർട്ടിന് നിർത്തിയിരിക്കുന്നു. ഇതുകൊണ്ട് നിർത്തിയെന്നാൽ ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് ലൈസൻസിനെ ഇൻക്രീസ് ചെയ്തില്ല. 1-ാം തീയതിയിൽ ഇതിന് അവിടെ തന്നെ അതിരിക്കുന്നു. നിയർലി 5 ടൺ ഗോൾഡും 8 ടൺ സിൽവറും പോർട്ടിലിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബേസിക്കലി ഫോറിൻ എക്സ്ചേഞ്ചിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ന്യൂസ് വന്നായിരുന്നു. പെർമിഷൻ ഇപ്പോൾ കൊടുത്തു എന്നാണ് ന്യൂസ് വന്നിരുന്നത്. എന്നാൽ എക്കണോമിക് ടൈംസിൽ കൊടുത്തില്ല, സപ്ലൈ പ്രോബ്ലം വരും എന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ കൊടുത്തു എന്ന് പറയുന്നു. കൊടുത്തോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കൊടുത്താൽ കൂടെ അക്ഷയ തൃതിക്ക് മുമ്പ് ആ ഗോൾഡ് അകത്ത് വരുമോ എന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. ശേഷം ഡെറിവേറ്റീവ്സിൽ റീറ്റെയിൽ ഒരുപാട് ആൾക്കാർ കാശിന് 4ാമത് ഫ്ലോറിൽ ഇരുന്ന് കുതിക്കുന്നു എന്നാണ് ന്യൂസ് വന്നിട്ടുള്ളത്. സെബി എന്ത് പറയുന്നു എന്നാൽ ക്ലയൻറ്റിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് തരാൻ ചോദിച്ചിരിക്കുന്നു. സമയം നിതിൻ കാമത്ത് നല്ല ഒരു ചെറുക്കൻ പോലെ എന്ത് പറയുന്നു എന്നാൽ അയാൾ ആരെയും ട്രേഡ് ചെയ്യാൻ പറഞ്ഞില്ല, തന്നെ വന്ന് ട്രേഡ് ചെയ്തു. മറ്റാൾക്കാരെ പോലെ സ്ട്രാറ്റജി ഒന്നും കൊടുത്തില്ല. ഫുഡ് സ്ട്രാപ്പ് മോഡലാണ്. 2016 2025 വരയ്ക്കും 4000 ക്ലോസ് ഞങ്ങൾ ഡെലിവറി ഇല്ലാതെ നിങ്ങൾക്ക് വേണ്ടി 24,000 കോടി ദാനം കൊടുത്തു എന്ന് പറയുന്നു. ഫ്യൂച്ചേഴ്സ് ലാസ് ഒരു വർഷത്തിൽ 1 ലക്ഷം കോടി എന്നാൽ എക്റ്റിലിരുന്ന് 10 ലക്ഷം കോടി ലോസ് ആയിരിക്കുന്നു എന്ന് പറയുന്നു. ആ ടെൻഷൻ കയറിക്കൊണ്ടേയിരിക്കുന്നു. ടാറ്റ സൺസ് ഡിസ്പ്യൂട്ട് ഇവിടെയും അവിടെയും കയറിക്കൊണ്ടിരിക്കുന്നു. ആ പ്രോബ്ലമിനെ എങ്ങനെ സോൾവ് ചെയ്തുകൊണ്ട് പോകുന്നു എന്ന് നോക്കണം. സിക്ക് ആ FSA 3 സർട്ടിഫിക്കറ്റ് കിട്ടിയ ഉടനെ ഒരു ഗ്രീൻ കമ്പനിയായിട്ട് മാറാൻ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പായിട്ടുണ്ട്. അത് പ്രോഫിറ്റ് വന്നിട്ട് റവന്യൂ കുറച്ച് ഗ്രോ ആയിരുന്നാലും പ്രോഫിറ്റ് 1.8% കുറഞ്ഞിരിക്കുന്നു. കാരണം മാർജിൻ പ്രഷർ കൂടുതലായിരിക്കും. എന്ത് പറയുന്നു എന്നാൽ 15,000 കോടിനെ കൊടുത്ത് 150 രൂപയ്ക്ക് ഇതിൽ സ്റ്റോക്ക് വാങ്ങുന്നു. ആരൊക്കെ സ്റ്റോക്ക് വച്ചിരിക്കുന്നു എടുക്കുവാണെങ്കിൽ പ്രോ ഡേറ്റാ ബേസിസിൽ 250ക്ക് നിങ്ങൾ എടുക്കാം. റീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രോ ഡേറ്റ ഫോർമുല വരും. ആർ കൊടുത്താൽ അതിൽ ഇത്രയും എടുക്കാമെന്ന് വരും. അതുകൊണ്ട് ടെൻഡർ ചെയ്തുകൊണ്ട് വാങ്ങുവാണെങ്കിൽ 46 രൂപ ഡിവിഡൻഡ് പോലെയാണ്.
അപ്പുറം എന്ത് പറയുന്നു എന്നാൽ ഡിമാൻഡേ ഇല്ല, ഇത് കാരണം ഡിലേ ആകുന്നു, കാരണം ഗ്രോത്ത് സ്ലോ ആയി എന്ന് പറയുന്നു. ചേസ് എന്ത് പറയുന്നു എന്നാൽ അഫീഷ്യലായിട്ട് 24,000 പേരെണ്ണ ജോലിയിൽ നിന്ന് അയച്ചിരിക്കുന്നു. ലേ ഔട്ട് സീസൺ ഓവറാണ്. നോർമൽ ഇൻക്രിമെൻറ്റ് കൊടുക്കാമോ വേണ്ടിയാണ് നമ്മൾ നോക്കണം. ഇത് വന്നിട്ട് KTMൻ്റെ ടേൺ അറൗണ്ടിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. സ്കട്ടിങ് സ്ട്രാറ്റജീനെ അവർ എടുത്തുകൊണ്ട് വരുന്നു. റഫ് ബൈക്ക് ഫോർ ബജാജ് അത് തന്നെ എന്നാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ റിസ്ക് ഇരുന്നാലും ടേമില്ലാതെ അവർക്ക് വളരെ ബെനിഫിറ്റ് ആയിരിക്കും. ഇത് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇഗ്നേസ് എന്ന് പറയുന്ന ബ്രാൻഡിന് ചെയ്തിരിക്കുന്നു. എൻ്റെ SUV-നെ ക്ലോസ് ചെയ്തുകൊണ്ട് അവർ കോമ്പാക്ട് XUV ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആണ് പ്രോബ്ലം എന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോജിസ്റ്റിക്സ് ദുബായ് വഴിയായിട്ട് പോകണം, പക്ഷെ അത് അകപ്പെട്ടു. കാരണം ഫാർമ എക്സ്പോർട്സ് 23% ഡൗൺ ആണ്. CSC ആൻഡ് ICIC ഇപ്പോഴത്തെ റിസൾട്ട് നാളെ എത്തും. ഇത് നാളെ അനലൈസ് ചെയ്യാം. ഒരാളെ നോക്കിയാൽ മാർജിൻ പ്രഷറിലാണ് ഇരിക്കുന്നു. ലോസസ് എത്രയാണെന്ന് നോക്കണം. ഡോളർ മാർക്കറ്റ് ലോസസ് എത്രയാണെന്ന് നോക്കണം. FC ലൈഫ് വന്നിട്ട് നീ വിട്ടുകൊണ്ട് ഇപ്പോൾ ടേം ഇൻഷുറൻസിൻ്റെ പുറകെയാണ് ചെന്നിരിക്കുന്നു. എൻ്റെ പ്രോഫിറ്റ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ടൈംസ് ഏർണിങ്സ് നോക്കിക്കോ. FCAC കുറച്ച് ഡിപ്പായിരിക്കുന്നു. കയറിയാലും കൺസിഡറേഷൻ കുറഞ്ഞ കാരണം അവിടെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഈ മ്യൂച്വൽ ഫണ്ടൊക്കെ ഇടുവാണെങ്കിൽ റിട്ടേൺ വരുമോ എന്ന് സംശയമുണ്ട്. വെച്ചാൽ ഈ 12%, 19% റിട്ടേൺ ഒക്കെ 3 വർഷം റിട്ടേൺ ആണ്. 23 അവസാനം 24 ബിഗിനിങ്ങിൽ വന്ന റിസൾട്ടാണ്. ഈ ഒരു വർഷം മാർക്കറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കുവാണെങ്കിൽ ഇങ്ങനെ ഇല്ലാതെ പോവും. പക്ഷെ റിട്ടേൺ 1 വർഷത്തെ റിട്ടേൺ ഒന്നും ഇല്ലാതെയാവും. ബുരേജ് വന്നിട്ട് ഗ്ലോബൽ പ്ലാന്റ് ആയിട്ട് മാറിയിരിക്കുന്നു. ഈ വെളിയിലും മറ്റു സ്ഥലങ്ങളിലും പ്ലോട്ടൊക്കെ വാങ്ങി ഗ്ലോബൽ ജോയിൻ്റ് ആയിട്ട് എമർജ് ആഹാം എന്ന് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. US എന്ത് പറയുന്നു എന്നാൽ മൈത്തോസ് എന്ന സിസ്റ്റത്തിന് വന്ന് ഒരു സെക്യൂരിറ്റി കൺസേൺസിന് എഗെയിൻസ്റ്റ് ആയിട്ട് അവർ പ്ലേസ് ചെയ്യുന്നു. TSMCക്കും ഒരേ ഖുഷിയാണ്. മെറി ഷോർട്ടേജിൽ പ്രോഫിറ്റ്സ് 8% കയറിയിരിക്കുന്നു. ഒരാളെ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് വീക്കാ തന്നെ ഇരിക്കും. കുറച്ചായിട്ട് ടിഫൻ കോഫി റേഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാം. പട്ടാസ് ലിസ്റ്റ് നോക്കി കൺസിഡർ ചെയ്യണം. മാർക്കറ്റ് റിവേഴ്സ് ആയെങ്കിൽ വളരെ വിഷമം വരും. ഉള്ള മുഖ്യ വാർത്ത എന്തെന്നാൽ ഏറ്റവും പൊസിഷൻ എക്സ്ചേഞ്ച് ചെയ്തിരിക്കുന്നു. ടു A1 ആയിരിക്കുന്നു, ഇപ്പോൾ A2 ആയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഇന്നും വലിയ പണക്കാരനായി നമ്പർ 2 പണക്കാരനായിരിക്കുന്നു. അപ്പോൾ പുതിയതായിട്ട് വന്ന A2 കൊമ്പ് ചുറ്റാൻ തുടങ്ങിയിരിക്കുന്നു. മേരെന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ സാർ വിഷമിക്കുന്നു, ജിയോയുടെ വാല്യൂ അൺലോക്ക് ചെയ്ത് കാണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം IPO നോംസിലേക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നു. നിങ്ങൾ ആ വാല്യുവേഷൻ കാണിക്കുവാണെങ്കിൽ തന്നെ റിച്ചസ്റ്റ് മാൻ മാസം നിങ്ങൾ കാത്തിരിക്കാം. പിന്നെ പമ്പടിച്ച് ഈ മ്യൂച്വൽ ഫണ്ടൊക്കെ നിങ്ങൾ സ്റ്റോക്കിനെ വാങ്ങാൻ ഞാൻ വയ്ക്കും. അത് IPOയിൽ നിങ്ങൾ തന്നെ കിങ്. ഒരു 20 ദിവസം മാത്രം നിങ്ങളെടുത്തുനിന്ന് എടുത്ത് എത്ര അവർ വയ്ക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. വളരെ ദേഷ്യത്തിലാണ് ഇരിക്കുന്നു. പഴയ A1 ഇപ്പോൾ ഇരിക്കുന്ന A2. A1 ആയിട്ട് പ്രൊമോട്ടായ കാരണം നന്ദി പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ A1 ആൻഡ് A2 മാർക്കറ്റിൽ പൊസിഷൻ മാറിയിരിക്കുന്നു. ബ്രേക്കിംഗ് ന്യൂസാണ്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട് ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്ക് കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും ഈ ആർട്ടിക്കിൾസ് ഒരു 10 - 15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാകും. നന്ദി, നമസ്കാരം. അപ്പോൾ ചിമ്മയ്ക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം, അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.